ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ, യുവർ ഓൺ ഐശ്വര്യ മാൻസി. ഓക്കെ, അപ്പം നമ്മളിന്നൊരു കോളേജ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിക്കുന്നത്. അപ്പം നമ്മളിതേ കോളേജിലേക്ക് പോകുന്നു. രാവിലെയാണ് കേട്ടോ സമയം, ഒരു 9 മണിയായി ഉണ്ടാവും ഇപ്പോൾ. അപ്പം ദേ മഴ കാര് പിടിച്ചിട്ടുണ്ട്, പക്ഷെ മഴ പെയ്തിട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഏത് നിമിഷം പെയ്യില്ല എന്ന തരത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ദേ ഈ കോളേജിലെത്തി, അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു കേട്ടോ ഗൈസ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ കുട നിർത്തണ്ടായിരുന്നു. എനിക്ക് ഭാഗ്യത്തിന് മഴ കിട്ടിയില്ല. ഞാൻ നടന്ന് കോളേജിൽ കയറാറായപ്പോഴാണ് മഴ ചാറി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ ക്ലാസ്. ഞങ്ങളുടെ ക്ലാസ് ഒന്ന് മാറ്റി കേട്ടോ. ഇപ്പോൾ ഈ ക്ലാസ്സിലായി ഞങ്ങൾ. അപ്പോൾ ഇതാണ് ക്ലാസ്. നല്ല രസമാണ്, ഇവിടെ നല്ല വെളിച്ചമാണ്. പക്ഷേ ഏകദേശം ഒരു ഒറ്റപ്പെട്ട ഫീലാണ്. മറ്റോടത്താകുമ്പോൾ എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചാൽ എല്ലാവരും ഒരേ സെക്ഷനാണ്. ഇവിടെ ഞങ്ങൾ മാത്രമേ താഴത്തെ ഫ്ലോറിലുള്ളൂ, ഞങ്ങളുടെ ക്ലാസ്സുകാർ മാത്രം. അപ്പോൾ എന്തോ ഒരു അപാകതയൊക്കെ ഞങ്ങൾക്ക് തോന്നി. എന്നാലും ഇപ്പോൾ യൂസ്ഡായി തുടങ്ങുന്നു. അപ്പോൾ ഇതാണ് പുതിയ ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് അവർ തുടങ്ങണേറ്റ് മുമ്പാണ്ട്. അപ്പോൾ ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് വരിക, ക്ലാസ് എടുക്കുക, അങ്ങനെ. പിന്നെ ഞാനും ഗായും രോഹിണിയും. അപ്പോൾ അന്ന് ഗായു വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും രോഹിണിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ച് ബ്രേക്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ചോറായിരുന്നു, രോഹിണി അന്ന് എന്തായിരുന്നു ദോശ ഉണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് കഴിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ ഗായും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. വേറെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അവിടെ പോയിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. പക്ഷേ ഇന്ന് ഗായു ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്നും വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് തന്നെ കഴിക്കുകയാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ട് ബെഞ്ചാണ് ഗൈസ്. അപ്പോൾ ഏത് ടീച്ചേഴ്സ് വന്നാലും ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഇതാക്കണം. മറ്റേ ക്ലാസ്സിൽ ഞങ്ങൾ സെക്കൻഡ് ബെഞ്ചായിരുന്നു. പിന്നെ ഇപ്പോൾ പിള്ളേരും കുറവാണ്. ഫസ്റ്റും സെക്കൻഡും ബെഞ്ചും മാത്രമേ ഉള്ളൂ. ആകെ 2 ബെഞ്ചിക്കുള്ള പിള്ളേരേ ഉള്ളൂ. അപ്പം നമ്മളവിടെ ഫസ്റ്റും സെക്കൻഡൊക്കെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഫ്രണ്ട് ബെഞ്ച് ഇരുന്ന് ഇപ്പോൾ സെറ്റായിട്ടോ. ഫ്രണ്ട് ബെഞ്ചും പൊളിയാണ്. അപ്പം ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ എന്തൊക്കെയോ ചർച്ച. അന്ന് ഞങ്ങൾക്ക് NSS ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം എന്തായാലും ഒരു 5:30 വരെ കോളേജിലിരിക്കണം. അത് കഴിഞ്ഞ് വീടെത്തുമ്പോൾ ഒരു 8 ഒരു 7 മണിക്ക് 7:15 ആവും. കാരണം കുറച്ച് ദൂരമുണ്ട് കോളേജിൽ നിന്ന്. പിന്നെ നമുക്ക് ആ സമയത്ത് കറക്റ്റായിട്ട് ബസ് കിട്ടും കൂടി വേണ്ടേ. അപ്പം അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണം. അപ്പം ഞങ്ങൾ പറയണേ ഇനി NSS ഒക്കെ കഴിഞ്ഞ് എപ്പോൾ വീട്ടിൽ പോവാൻ, ഞങ്ങളതൊക്കെ പറയാണ് കേട്ടോ. പിന്നെ ആ സമയമായ കാരണം കൺസെഷനൊന്നും കിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ ദുഃഖത്തിലാണ് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുന്നത്. ബാക്കി എല്ലാ പിള്ളേരും 3:30 ആകുമ്പോൾ പോവും, അല്ലെങ്കിൽ 4:30 ആകുമ്പോൾ പോവും. ഞങ്ങൾ മാത്രം 5:30 വരെ. അതായത് രാവിലെ കോളേജിലേക്ക് വന്ന് പിന്നെ ഇരുട്ടായിട്ട് വീട്ടിൽ പോകേണ്ട ഒരവസ്ഥ. നമ്മുടെ ഒരു ഫുൾ ഡേ പോയ പോലും വീട്ടിൽ ചെന്ന് ഒരു ഇതുമില്ല, പിന്നെ കിടക്കാനായിട്ട് പോണ പോലെയാവും. അങ്ങനെ ഒരു അവസ്ഥയായിട്ട് വരും. അപ്പം ഞങ്ങൾ അതിൻ്റെയൊക്കെ ദുഃഖങ്ങൾ പറയാം. പോകേണ്ട കാര്യമൊക്കെയാണ് ചർച്ച. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്താ നിങ്ങൾക്ക് വിശേഷം? ഞാൻ ഒരു Q&Aയുടെ സാധനം ഇട്ടിരുന്നു, ഒരു കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റിയിലൊന്ന് ഇടുക, അല്ലെങ്കിൽ ഇതിൻ്റെ കമൻ്റായിട്ട് ഇട്ടാലും മതി കേട്ടോ. ഞാൻ അപ്പോൾ ഒരു Q&Aയുടെ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അപ്പോൾ എന്ത് കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് വെച്ചാൽ അതിലൂടെ ചോദിക്കുക. ഈ വീഡിയോയുടെ കമൻ്റായിട്ട് ഇട്ടാലും മതി. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിന് ക്വസ്റ്റ്യനൊക്കെ എടുത്തിട്ട് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ റിപ്ലൈ തരാം കേട്ടോ. ആൻസർ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കണ്ട ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്നെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു Q&A പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിട്ട് ചോദിക്കുക കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് അങ്ങോട്ട് ഇട്ടോളുക. നല്ലൊരു രീതിയിലൊരു കമൻറ്റ് ഇടുക. മോശമായിട്ട് ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. അയ്യോ, ഇത് പറഞ്ഞപ്പോൾ വീഡിയോ കഴിഞ്ഞു എന്ന് വെച്ചാൽ ആരും പോകരുത്, വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 2-3 ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇത് ലാസ്റ്റ് അവറാണ്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് ലാസ്റ്റ് അവറിൽ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ തന്നെ പോയിരുന്നു കേട്ടോ. കാരണം ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ്. ഏത് ക്ലാസ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയായിരുന്നു. നമുക്കൊരു ക്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു സ്പെഷ്യൽ ക്ലാസ്സാണ്. അതായത് നമ്മുടെ PGത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും ഒന്നിച്ചിരുന്ന് ഒരു പേപ്പറാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കാനായിട്ടുള്ള
സ്പേസ് നമ്മൾ കണ്ടുപിടിക്കണം. ആ ഗ്യാപ്പിലാണ് ഞങ്ങൾ വന്നപ്പോഴേക്കും എല്ലാവരും ഫില്ലായി. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റുള്ള ബെഞ്ചിലേക്ക് പോയിട്ടോ. അത് കാരണം എളുപ്പമായി, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞങ്ങൾ നൈസായിട്ട് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തു കേട്ടോ. പക്ഷേ ബാക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ തിരിഞ്ഞ് നോക്കണം. സെൽഫി ആകുമ്പോൾ അത്ര കുഴപ്പമില്ല. പിന്നെ ക്ലാസ്സിലെല്ലാവർക്കും അറിയാലോ ഞാൻ ചെറിയൊരു യൂട്യൂബറാണെന്ന്. അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി ഷൈ ആയതുകൊണ്ടും അങ്ങനെ ചെയ്യാൻ നിന്നില്ല. ഞാൻ സെൽഫി ക്യാമറയിൽ അഞ്ഞിട്ട്. അത് കാരണം ഇത്തിരി ക്ലാരിറ്റി കുറവാണ് മക്കളെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ സാറിൻ്റെ സംസാരം കേട്ടാൽ നല്ല രസമാണ്. നിങ്ങൾക്ക് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ഒന്ന് ഉറക്കം തൂങ്ങലൊക്കെയാണ് കേട്ടോ ഈ മാസ്റ്റർ ക്ലാസ്. ഉറക്കം തൂങ്ങുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച്, അതായത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഉറക്കം വരിക എന്നാണ് ആയുർവേദമല്ല, യോഗത്തെ ഒരു സാറ് ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമുക്ക് ഉറക്കം വരും. കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ അതിലേക്ക് മാത്രമാകുമ്പോൾ നമ്മൾ പതുക്കെ മയക്കത്തേക്ക് പോകുന്നതാണ് കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സാറിന് കുറേ കോമഡിയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ലാസ്റ്റ് അവർ. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് NSS ആണ്. അത് കഴിഞ്ഞ് പുല്ല് പറിക്കണം, അതിനൊക്കെയുണ്ട്. സെർവിങ് ആണ്. പക്ഷേ നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഈ സമയമാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം നേരത്തെ അവറാച്ച നമുക്ക് ഇഷ്യൂ ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ലാസ്റ്റ് അവർ ആവുന്നത് കാരണം നമുക്ക് വീട്ടിൽ പോകേണ്ട കാര്യമാണ് മെയിൻ പ്രശ്നം. വീടെത്തുമ്പോൾ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ ചില ദിവസം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞങ്ങൾ കോളേജിൽ ഹോസ്റ്റലേഴ്സാണ് അധികം ഉള്ളത് കൊണ്ട് അവർക്ക് അത്ര ഇഷ്യൂ ഉണ്ടാവില്ല. ഞങ്ങൾ ഈ ഡേ സ്കോളേഴ്സ് ഒരു 3-4 പിള്ളേരുണ്ട്, അവർക്കാണ് ഇത്ര മെയിനായിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ അതാണ്, നല്ല രസമാണ് കേട്ടോ. മാഷിൻ്റെ ക്ലാസ്സിനായിട്ട് വർത്താനാണ് കൂടുതൽ രസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ NSSും കഴിഞ്ഞതേ ഇപ്പോൾ ഒരു 7 മണിയായി സമയമാണ് കേട്ടോ. ഒരു 6:45-7 മണി. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ ഗൈസ്. ഞാനൊക്കെ കണ്ടോ വയ്യാണ്ടായി ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഭയങ്കര ക്ഷീണം. പിന്നെ ഈ വിൻഡോ സീറ്റ് കിട്ടിയ തന്നെ ഭയങ്കര ഒരു ആശ്വാസം കിട്ടി. അല്ലാണ്ട് വെച്ചാൽ നമ്മൾ ടയേർഡായിട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര ടയേർഡാണ്. ഡെയിലി ഈ സമയം ജോലിക്ക് പോയി വരുന്നവർക്ക് എങ്ങനെയാവും പറ്റണം. പിന്നെ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ശമ്പളമില്ല. പക്ഷേ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്, അത് ഒരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻ്റെയൊക്കെ മുഖമൊക്കെ കണ്ടു ഭയങ്കര ഉറക്കം തൂങ്ങലാണ്. പറ്റിയൊന്ന് ഉറങ്ങണം എന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വീടെത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇരുട്ടായി തുടങ്ങി. എൻ്റെ കണ്ണൊക്കെ കണ്ടോ ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ബെൽ ബട്ടൺ ഞെക്കുക, ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാലാണ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ.